അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 53. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. കുല്ലു ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ എല്ലാവരും യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, തടയപ്പെട്ടവരൊഴികെ. അപ്പൊ തടയപ്പെട്ട ആളുകളല്ലാത്ത എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഖീല, അപ്പോ സദസ്സിൽ നിന്ന് ചോദ്യമുണ്ടായി, വമൻ യഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് തടയപ്പെട്ടവർ? ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, എന്നെ ധിക്കരിച്ചവൻ സ്വർഗം തടയപ്പെട്ടവനാണ്. എന്നെ വല്ലവനും ധിക്കരിച്ചോ അവൻ സ്വർഗം തടയപ്പെട്ടവനാണ്. റവാഹുൽ ബുഖാരി. നബി തങ്ങളെ അനുസരിക്കുന്നതായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ഹദീസ് അൻ നബി മുസ്ലിമിൻ വഖീല അബി ഇയാസിൻ സലമത്ത് ബിൻ അംർ ബിനിൽ അക്വഅ റളിയല്ലാഹു അൻഹു. സലമത്ത് ബിൻ അംർ ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് റിപ്പോർട്ട് ചെയ്ത്? അന്ന റജുലൻ അക്കല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ ഇടതു കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഒരു മനുഷ്യന് നബി തങ്ങളുടെ സന്നിധിയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഫഖാല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിയു, എനിക്കതിന് സാധിക്കുകയില്ല, എനിക്കതിന് സാധിക്കുകയില്ല എന്നാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലസ്തതഅത, നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അവനെ അതനുസരിക്കുന്നതിൽ, നബി തങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞത് അഹങ്കാരം മാത്രമാണ് അവനെ തടഞ്ഞത്. ഫമാ റഫഅഹാ ഇലാ ഫീഹി, എന്നാൽ പിന്നെ അവന് തന്റെ വലത് കൈ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതുമില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഉയർത്താൻ പറഞ്ഞാൽ അയാൾ ഉയർത്താതിരിക്കാൻ കാരണം എന്താണ്? കിബിറാണ്. അത് കാരണം പിന്നെ അദ്ദേഹം അവന്റെ വലത് കൈ അയാൾ പിന്നെന്താക്കിയിട്ടില്ല, വായിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. റവാഹു മുസ്ലിം. അടുത്ത ഹദീസ് നബി അബ്ദുല്ലാഹി നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു, യഖൂൽ, തങ്ങൾ പറയുന്നത്, അതായത് നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ്? ലതുസവ്വുന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങൾ നിസ്കാരത്തിൽ എന്താക്കുക? ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങളുടെ സഫുകൾ, നിങ്ങളുടെ അണികൾ നേരെയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താക്കും? നിങ്ങൾ സഫ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതാണ്. വഫീ റിവായത്തിൽ മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യുസവ്വി സുഫൂഫനാ, ഞങ്ങളുടെ അണികൾ നബി തങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചിരുന്നു. ഏതുവരെ? കമാ ഹത്താ കഅന്നമാ യുസവ്വി ബിഹൽ ഖിദാഹ്, അതായത് അമ്പിന്റെ പിടികൾ ശരിയാക്കി വെക്കുന്നത് പോലെ. ഹത്താ ഇദാ റഅ അന്നാ ഖദ് അഖൽനാ അൻഹു, ഞങ്ങൾ വേണ്ടത്ര ഗ്രഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ബോധ്യം വരുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ ചെയ്തിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് വരെ, ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ബോധ്യം വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു. സുമ്മ ഖറജ യൗമൻ, പിന്നീട് ഒരിക്കൽ അവിടുന്ന് എന്താക്കി?
പുറത്തു വന്നു. ഫഖാമ ഹത്താ കാദ അൻ യുകബ്ബിറ. അപ്പൊ എന്താക്കിയിട്ടുണ്ട്, തക്ബീർ ചൊല്ലാൻ അടുത്തായ സമയത്ത് ഫറആ റജുലൻ ബാദിയൻ സദറുഹു. അപ്പൊ ഒരാളുടെ നെഞ്ച് അണിയിൽ നിന്ന് തള്ളി നിൽക്കുന്നത്, മുന്നോട്ട് തള്ളി നിൽക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഫഖാല, അപ്പൻ നബി തങ്ങൾ പറഞ്ഞു, ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ, ലതുസവ്വുന്ന സുഫൂഫക്കും, തീർച്ചയായിട്ടും നിങ്ങൾ സമപ്പെടുത്തുക, നിങ്ങൾ ഒപ്പിച്ചു നിൽക്കുക, സുഫൂഫക്കും നിങ്ങൾക്കുള്ളതായ അണികളെ, ഔ ലയുഖാലിഫൻ അല്ലാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. നിങ്ങൾ നല്ലോണം സഫ് ശരിയാക്കി നിൽക്കണം. നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അടുത്ത ഹദീസ് അൻ അബീ മൂസ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇഹ്തറഖത് ബൈത്തും ബിൽ മദീനത്തി അലാ അഹ്ലിഹി മിനൽ ലൈലി ഫലമ്മാ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈനിഹി. ഒരു ദിവസം, ഒരു രാത്രി സമയത്ത് മദീനയിൽ ഒരു വീട്, അതില് താമസിക്കുന്നവരടക്കം കത്തി അങ്ങ് കരിഞ്ഞുപോയി. ഇഹ്തറഖത്ത് എന്ന് പറഞ്ഞാൽ അഗ്നിക്കിരയായി. ഈ വിഷയം ഉണ്ടല്ലോ, ഫലമ്മാ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈനി, നബി തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യം അറിയിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൻ നാറ അദുവ്വുൽ ലക്കും. ഈ തീ ഉണ്ടല്ലോ, ഈ തീ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഫൈദ അനിംതും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഫത്ഫിഊഹാ അൻകും, നിങ്ങളെ തൊട്ട് ആ തീനെ നിങ്ങൾ കെടുത്തിക്കളയണം, ആ തീ കെടുത്തണം. അപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ, നിങ്ങൾ വീട്ടിൽ വെച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ വിളക്കുകളൊക്കെ കെടുത്തിയിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് വിളക്കുകളൊക്കെ കെടുത്തണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ മര്യാദകളാണ്. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചതായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.